ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു krish wanderlust. നമ്മളെല്ലാം ഒരുപാട് കാറിൽ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് കാറിൽ ലോങ് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയിട്ട് കുറച്ച് പോകുന്ന കുറവാണെന്നുള്ളൂ. നോർമലി ഒരുപാട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് പോകുന്ന സമയത്ത് നമുക്ക് ഈ റോഡിലും ഒക്കെ വണ്ടിയുടെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തൊരു തരത്തിൽ വേണമെങ്കിലും പലതരത്തിലുള്ള ഇഷ്യൂസ് റോഡിൽ നമുക്ക് ഫേസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ ലോങ് പോകുന്ന സമയത്ത് വണ്ടിയിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അങ്ങനെ അത്യാവശ്യമായിട്ട് വണ്ടിയിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ട്രയാങ്കുലർ ഷേപ്പ് റിഫ്ലക്ടറാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. ഇത് മാനുഫാക്ചേഴ്സ് വണ്ടി മേടിക്കുമ്പോൾ കൂടെ തരുന്നതാണ്. ഈ സാധനം നമുക്ക് ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ സൈഡിൽ നമ്മൾ റിപ്പയർ വർക്കിന് വേണ്ടി ഒതുക്കിയിടുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു സാധനമാണ്. ബിക്കോസ് നമ്മൾ നൈറ്റ് ടൈമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചക്കുറവുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. പുറകെ വരുന്ന നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കാണണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് റോഡിലോ അല്ലെങ്കിൽ വണ്ടിയുടെ മേളിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകെ വരുന്ന വണ്ടികൾക്കൊരു വാണിംഗ് കിട്ടും, ഇങ്ങനെ ഒരു സംഭവം അവിടെ എന്തോ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവരെ അതനുസരിച്ച് ഡ്രൈവ് ചെയ്യും. നോർമൽ കേസസിൽ നല്ല ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ തീരെ സെൻസിബിൾ അല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്. അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കുന്ന ഒരു പ്രിക്കോഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനം പങ്ക്ചർ കിറ്റാണ്. ഇത് ട്യൂബ്ലെസ് ടയർസിൻ്റെ പങ്ക്ചർ കിറ്റാണ്. ഇത് നമ്മൾ റിമോട്ട് ലൊക്കേഷൻസിലൊക്കെ വച്ച് എപ്പോൾ വേണമെങ്കിലും ടയർ പങ്ക്ചർ ആവാനൊക്കെ സാധ്യത ഒരുപാട് കൂടുതലാണ്. ഇതെല്ലാം ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് നന്നായിട്ട് അറിയാമെന്നുള്ള ഒരു കേസാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ 2 ലിവേഴ്സ് ഉണ്ട്. ഈ ലിവേഴ്സ് ഒന്ന് ടയറിൻ്റെ ആ ഒരു പങ്ക്ചറായ ഭാഗം ക്ലീൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടാഗ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ലിവറുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പോരാത്തന്നെ അതിൽ ഒരു ഗ്ലൂ അതിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് തേച്ചിട്ട് വേണം നമ്മൾ ആ ടാഗ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഈ നോസ് പ്ലെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ആണിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് വലിച്ചിളക്കി കളയാനായിട്ടുള്ളതാണ്. പിന്നെ ഒരു ബ്ലേഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലേഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആ ഒരു എക്സ്ട്രാ തള്ളി നിൽക്കുന്ന ആ ഒരു ടാഗ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയാനാണ് അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലൈഫ് സേവിങ് സാധനം തന്നെയാണ്. നമ്മളിപ്പോൾ റിമോട്ട് ലൊക്കേഷൻസിൽ നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ടയർ പങ്ക്ചർ ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ വരുന്ന പുതിയ റൂൾ അനുസരിച്ച് വണ്ടിയിൽ സ്റ്റെപ്പിനി ഉണ്ടാവണമെന്നില്ല. ആസ് പെർ ഗവൺമെൻറ് റൂൾ ഇനി വരുന്ന വണ്ടിയിൽ ട്യൂബ്ലെസ് ടയർ ആണെന്നുണ്ടെങ്കിൽ പങ്ക്ചർ കിറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ള റൂൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ മിക്കവാറും പുതിയ വണ്ടികളിൽ സ്റ്റെപ്പിനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് അവൈലബിൾ ആണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി വയ്ക്കുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫുഡ് പമ്പാണ്. ആക്ച്വലി ഇത് മാനുവൽ ഫുഡ് പമ്പാണ്. ഇതുപോലെ അല്ലാണ്ട് ഇലക്ട്രിക്കും ആക്ച്വലി ടയർ ഇൻഫ്ലേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന മാനുവൽ ഫുഡ് പമ്പാണ്. ഞാൻ ബൈക്കിനും കാറിനും യൂസ് ചെയ്യാറുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാൻ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. പിന്നെ ഇലക്ട്രിക് സാധനങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ ബാറ്ററി എന്തെങ്കിലും ലോ ആണെങ്കിലോ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ അത് പെട്ടെന്ന് ഹീറ്റ് ആവുന്നൊരു പ്രശ്നവും വരുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ മാനുവലാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും കാണിക്കാറില്ല. ഇതിൻ്റെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മാനുവലാണ്. ബിക്കോസ് ഡിജിറ്റലാണെങ്കിലും ഡിസ്പ്ലേ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോർമലി ഈ ലോങ് ഡ്രൈവ് പോകുമ്പോൾ മാത്രമല്ല, വീട്ടിൽ വണ്ടി കിടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ടയേഴ്സിലെല്ലാം നൈട്രജനാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സാധനം ജംപ് സ്റ്റാർട്ട് കേബിളാണ്. പലതവണ എനിക്ക് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് വണ്ടി ഉപയോഗിക്കാതെ കിടന്ന സമയത്ത് ബാറ്ററിയൊക്കെ ലോ ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഞാൻ ഇത് കൊണ്ടുപോയതുകൊണ്ട് മാത്രം 1-2 സ്ഥലത്ത് വെച്ച് ഇഷ്യൂ ഇല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനവും ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കല്ലെങ്കിൽ മേ ബി നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരാൾ വണ്ടി ഇങ്ങനെ ബാറ്ററി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻ വെള്ളം. ഇത് ആക്ച്വലി 40 രൂപ ഉള്ളൂ ഈ ക്യാനിന്. ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിച്ച് വയ്ക്കാം. ഇതിനകത്തൊരു 10 ലിറ്റർ വെള്ളമൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴെങ്കിലും നമുക്ക് ആക്ച്വലി യൂസ് വരും. ലോങ്ങൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ തരത്തിൽ വെള്ളം യൂസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്യാനിൽ വെള്ളം കൂടെ വയ്ക്കുക. അപ്പോൾ ഈ സാധനങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ട്യൂബ്ലെസ് ടാർഗറ്റിന് 300 റുപ്പീസ് റേഞ്ചിലാണ് വരുന്നത്.
ഫുഡ് പമ്പിന് ഈ മാനുവൽ അനലോഗ് വരുന്ന വേർഷന് 2000 താഴെ വരുന്നുള്ളൂ. ജംപ് സ്റ്റാർട്ട് കേബിൾ ആമസോൺ ബേസിക്സിൻ്റെ ആണ്. അതിന് ഓൾമോസ്റ്റ് ഒരു 800 rupees റേഞ്ചിലാണ് വരുന്നത്. ഇതിൽ കൂടിയ സാധനങ്ങളും കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ എപ്പോഴും മേടിക്കുക. തീരെ ക്വാളിറ്റിയുള്ള സാധനം മേടിച്ചിട്ട് അത് അവസാനം ആവശ്യം വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് സേവ് ചെയ്തുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ആമസോൺ ബേസിക്സിൻ്റെ സാധനങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അത് മേടിക്കുന്നത്. മിഷലിൻ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കമ്പനിയാണ്. അവരുടെ റിവ്യൂസൊക്കെ ഞാൻ നോക്കി. മാനുവലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഡിസ്പ്ലേ ഉള്ള ടൈപ്പുണ്ട്, ഡിജിറ്റൽ ഡിസ്പ്ലേ. അത് ആക്ച്വലി നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്കറിയാമല്ലോ, സ്ക്രീനൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇഷ്യൂ കിട്ടാം. അതുകൊണ്ടാണ് ഞാൻ മാനുവൽ തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ. റിഫ്ലക്ടർ ആക്ച്വലി എനിക്ക് വണ്ടിയുടെ കൂടെ കിട്ടിയതാണ്. അഥവാ ഇല്ലയെന്നുണ്ടെങ്കിലും ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, വലിയ പ്രൈസ് ഇല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കയ്യിൽ തന്നെ വയ്ക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും യൂസ് വരാം. നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ആരെങ്കിലും പെട്ട് നിൽക്കുന്ന കാണുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ ആക്ച്വലി എപ്പോഴും വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും യൂസ് വരാമെന്നുള്ള സാധനങ്ങളാണ്. വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ പമ്പിന് മേ ബി നമ്മളൊരു 2000 rupees ഒക്കെ അടുപ്പിച്ച് കൊടുക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അത് നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടൈം പർച്ചേസാണ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരുന്ന സാധനങ്ങളല്ല. അപ്പോൾ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ബ്ലോക്കായി ഒരു സഹായം കിട്ടാതെ നിൽക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ബെറ്റർ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഈ ഫുഡ് പമ്പ്, അതുപോലെ ട്യൂബ്ലെസ് ടയറിൻ്റെ പങ്ക്ചർ കിറ്റ്, ഇതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് വർക്ക്ഷോപ്പിൽ നിന്ന് ആളിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജംപ് സ്റ്റാർട്ട് കേബിൾ ആണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു കാരണവശാൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ ബാറ്ററി ലോ ആയിട്ട് കിടക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് മേ ബി ഒരു നല്ല ലൊക്കേഷൻ ആണെങ്കിൽ മേ ബി ഒരു ഹാഫ് ആൻ അവറിൽ വന്നേക്കാം. പക്ഷേ നമ്മളൊരു റിമോട്ട് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അന്ന് വരണം എന്നില്ല. മേ ബി അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു 750,000 rupees നമ്മൾ അതിന് വേണ്ടി കൊടുക്കണം. 800 rupees നമ്മൾ ജംപ് സ്റ്റാർട്ട് കേബിൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും ഒരു വണ്ടി കിട്ടിയാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഈ വെള്ളം എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ നമുക്ക് പല പല ആവശ്യങ്ങൾ വരാം. ഒരു ക്യാൻ വെള്ളം എപ്പോഴും സൂക്ഷിക്കുക വണ്ടിയിൽ. കുടിക്കാനുള്ള വെള്ളമല്ല ഞാൻ ഈ പറയുന്നത്, അല്ലാണ്ടുള്ള യൂസിന് വേണ്ടിയിട്ട്. മേ ബി വൈപ്പറിൻ്റെ നിന്ന് ഒഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാഷ് ചെയ്യാനായിരിക്കും. അങ്ങനെ പല പല യൂസ് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലക്ടറിൻ്റെ ട്രയാങ്കിൾ റിഫ്ലക്ടർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വയ്ക്കുക. രാത്രിയാണ് കൂടുതൽ യൂസ് വരുന്നത്, പക്ഷേ എന്നാലും പകലാണെങ്കിൽ അത് വയ്ക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഇതൊരു വാർണിംഗ് ആണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ വരുന്ന ഡ്രൈവേഴ്സിന് കൊടുക്കുന്നതാണ്. അതെപ്പോഴും യൂസ്ഫുള്ളാണ്, അത് മാക്സിമം ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇൻഫർമേഷനൊക്കെ ആയിട്ട്. അഡിയോസ് അമിഗോസ്.